സ്മൃതി പരുത്തിക്കാടിൻ്റെ പക്ഷം പിടിക്കൽ രോഗത്തിന് ചർച്ചയിൽ തന്നെ ലൈവായി മരുന്ന് കൊടുത്തിട്ടുണ്ട് അഡ്വക്കേറ്റ് കെ അരുൺകുമാർ. സ്വാഭാവികമായി കൊടുത്തുപോകും. മുനമ്പം വിഷയമായിരുന്നു ചർച്ചയ്ക്കെടുത്തത്. സർക്കാരിന് അനുകൂലമായി ഹൈക്കോടതി വിധി വന്ന പശ്ചാത്തലം. സിംഗിൾ ബെഞ്ച് മുനമ്പം വിഷയം പഠിക്കാൻ നിയോഗിച്ച കമ്മീഷനെ റദ്ദാക്കിക്കൊണ്ട് ഉത്തരവിറക്കിയതിനെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു. സ്വാഭാവികമായിട്ട് സർക്കാരിൻ്റെ കോർട്ടിലേക്ക് പന്ത് വന്ന സന്ദർഭം. ആ വിഷയത്തിൽ ചർച്ച വയ്ക്കുമ്പോൾ ചർച്ച ആരംഭിച്ച് ആദ്യ 37 മിനിറ്റിൽ ഇടതുപക്ഷ പ്രതിനിധിക്ക് അഭിപ്രായം പറയാൻ അവസരമില്ല. ആകെ 1 മണിക്കൂർ ചർച്ച. ഇതിൻ്റെ ഇടയിൽ 2 ഇടവേള. പോയിട്ട് തുലവും തുച്ഛവും സമയം. 37 മിനിറ്റ് കാഴ്ചക്കാരനാക്കി ഇരുത്തിയതിന് ശേഷം ചോദ്യവുമായിട്ട് സ്മൃതി പരുത്തിക്കാട് എത്തുകയാണ്. എത്തിയിട്ടോ മറുപടി പറയാൻ സമ്മതിക്കില്ല. സ്വാഭാവികമായിട്ട് ഇടപെടൽ രോഗം കുറച്ച് കലശലാണല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അഡ്വക്കേറ്റ് കെ അരുൺകുമാർ ഇന്നലെ ആ കലിപ്പങ്ങ് പരുത്തിക്കാടിൻ്റെ നെഞ്ചത്ത് തീർത്തത്. സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾ, അതിനിടയ്ക്കാണ് ഇപ്പോൾ ഷൈജു ആന്റണി പറയുന്നത് സഭയിലേക്ക് കടക്കുന്നതിന് നടപടികൾ നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ കൃത്യമായ അനുഭവമാണ് അദ്ദേഹം വിശദീകരിച്ചത്. എന്താണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്? ഏതായാലും ഈ ചർച്ച തുടങ്ങിയിട്ട് ഇപ്പോൾ 37 മിനിറ്റായി.